ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെയും വൈകുന്നേരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 31 വാക്യം. താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. സൃഷ്ടിയെ വിവരിക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയുമായി സംഗ്രഹിക്കുന്നു. എന്താണ് ഇതിന് കാരണം? പ്രകാശം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപ് ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല. ലോകം അന്ധകാരത്താൽ നിറഞ്ഞിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 വാക്യം നാം വായിക്കുന്നത് ആഴത്തിന്റെ മുഖത്ത് ഇരുളുണ്ടായിരുന്നു എന്നാണ്. വെളിച്ചമുണ്ടാകുന്നതിന് മുൻപ് ഭൂമി മുഴുവൻ ഇരുട്ടിന്റെ അധീനതയിലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതും വെളിച്ചം സൃഷ്ടിച്ചതും. ഒരു ദിവസം വേർപിരിഞ്ഞു. ഞങ്ങളുടെ കലണ്ടറിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് 1200 മണിക്കൂർ അർദ്ധരാത്രിയിലാണ്. എന്നാൽ ജൂത കലണ്ടറിൽ അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് 600 മണിക്കൂറിലാണ്. അതുകൊണ്ടാണ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കുന്ന പകൽ വെളിച്ചത്തിനായി അവർ ആകാംക്ഷയോടെ കാത്തിരുന്നത്. എന്നാൽ ദിവസം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. വൈകുന്നേരവും അതിരാവിലെയും അവർക്ക് ഒരു ദിവസം പൂർത്തിയാകും. കർത്താവ് മനുഷ്യരാശിക്ക് കാലങ്ങളും ഋതുക്കളും സൃഷ്ടിച്ചു. അവർക്ക് ജോലി ചെയ്യാനുള്ള ദിവസം അവൻ സൃഷ്ടിച്ചു. അവർക്ക് വിശ്രമിക്കാനുള്ള രാത്രിയും. പകലിന്റെ മക്കളായും വെളിച്ചത്തിന്റെ മക്കളായും പെരുമാറേണ്ടത് വളരെ പ്രധാനമാണ്. ലോകത്തിന് പ്രകാശിക്കാൻ കർത്താവ് നമ്മെ വിളക്കുകളായി സ്ഥാപിച്ചിരിക്കുന്നു. യെശയ്യാവ് 60 അധ്യായം 1 വാക്യത്തിൽ, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഒരു പ്രത്യേക കിരീടം പോലെയാണ്. ലോകത്തിന്റെ സൃഷ്ടി മുതൽ അവന്റെ അദർശ്യ ഗുണങ്ങൾ വ്യക്തമായി കാണപ്പെടുന്നു. സൃഷ്ടിക്കപ്പെട്ടവയാൽ മനസ്സിലാക്കപ്പെടുന്നു. നിന്റെ നിത്യശക്തിയും ദൈവത്വവും പോലും. ഇത് റോമർ 1 അധ്യായം 20 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനിയായതിനാൽ നാം ഓരോരുത്തരും അവന്റെ സ്നേഹവും ശക്തിയും മഹത്വവും പ്രതിഫലിപ്പിക്കുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. എന്തെന്നാൽ ദൈവത്തെ അറിഞ്ഞതിനു ശേഷവും നാം അവനെ ദൈവമായി മഹത്വപ്പെടുത്തുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നാം വൃദ്ധമായി തീരുകയും നമ്മുടെ ഹൃദയങ്ങൾ ഇരുണ്ടു പോകുകയും ചെയ്യും. ഇത് റോമർ 1 അധ്യായം 21 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ നാം അവനെ നിരന്തരം സ്തുതിക്കുകയും നന്ദി പറയുകയും വേണം. അങ്ങനെ നമുക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നീങ്ങാൻ കഴിയും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്തുതിയും ആരാധനയും നിരന്തരം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 8 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴെയാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം നെഹമ്യാവ് 9 അധ്യായം 6 വാക്യം. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയിലെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 1 ദിനവൃത്താന്തം 28-29 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 9 അധ്യായം 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.